നമസ്കാരം. CPM ഭരണം തിരുവനന്തപുരത്ത് മാറിയെങ്കിലും ആറ്റുകാൽ പൊങ്കാലയിലെ ശുചീകരണത്തിൽ മുൻ വർഷങ്ങളിലേതുപോലെ കയ്യടി നേടി തിരുവനന്തപുരം കോർപ്പറേഷൻ. ആറ്റുകാൽ പൊങ്കാല നിവേദിച്ച് ഭക്തർ മടങ്ങിയതിന് പിന്നാലെ ഹരിതകർമ്മസേനയുടെ നേതൃത്വത്തിൽ തുടങ്ങിയ ശുചീകരണം രാത്രിയോടെ പൂർത്തിയായി. അവശിഷ്ടങ്ങൾ നീക്കിയ ശേഷം പൊടിപടലങ്ങൾ അടങ്ങാൻ വേണ്ടി കൃത്രിമ മഴ പെയ്ച്ചതോടെയാണ് പൊങ്കാലയോടനുബന്ധിച്ച് ശുചീകരണങ്ങൾ പൂർത്തിയായത്. ഹരിതകർമ്മസേന പ്രവർത്തകർക്കൊപ്പം അവരിൽ ഒരാളെ പോലെ എല്ലാത്തിനുമൊപ്പം മുന്നിൽ നിന്ന് മേയർ VV രാജേഷ് തലസ്ഥാനവാസികളുടെ കയ്യടിയും നേടി. പൊങ്കാല സമർപ്പണം കഴിഞ്ഞ് മണിക്കൂറുകൾക്കുള്ളിലാണ് 3000-ഓളം ശുചീകരണ തൊഴിലാളികളെ പങ്കെടുപ്പിച്ച് നഗരത്തെ വെടിപ്പാക്കിയത്. രാത്രിയോടെ നഗരത്തിൽ കൃത്രിമ മഴ പെയ്ച്ച് ശുചീകരണ പ്രവർത്തനങ്ങൾ പൂർത്തിയാക്കി. വിവിധ ജില്ലകളിൽ നിന്നും എത്തിയ പതിനായിരങ്ങളാണ് തലസ്ഥാന നഗരയുടെ പാതയോരങ്ങളിൽ പൊങ്കാല അർപ്പിച്ചത്. പൊങ്കാലയ്ക്ക് ശേഷമുള്ള മാലിന്യ നിർമ്മാർജ്ജനമാണ് നഗരസഭയ്ക്ക് മുന്നിലുള്ള പ്രധാനപ്പെട്ട വെല്ലുവിളിയായി ഉണ്ടായിരുന്നത്. എന്നാൽ മുൻവർഷങ്ങളിലെല്ലാം തന്നെ ഇക്കാര്യത്തിൽ കൃത്യമായ ആസൂത്രണമുണ്ടായി. ഇക്കുറി ഭരണമാറ്റത്തോടെ ചിലയിടങ്ങളിലെങ്കിലും കുത്തിത്തിരിപ്പിന് ആളുകൾ ഉണ്ടായെങ്കിലും മേയർ VV രാജേഷിന്റെ നേതൃത്വത്തിൽ എല്ലാം ഭംഗിയായി തന്നെ പൂർത്തിയായി. നഗരസഭയിലെ ശുചീകരണ തൊഴിലാളികൾക്കൊപ്പം മേയറും ഡെപ്യൂട്ടി മേയറും കൗൺസിലർമാരും ശുചീകരണത്തിൽ പങ്കാളികളായി. മേയർ VV രാജേഷ്, ആരോഗ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ MR ഗോപൻ എന്നിവർ ആറ്റുകാലിലും പരിസരത്തും ശുചീകരണത്തിൽ നേതൃത്വം കൊടുത്തു. ഡെപ്യൂട്ടി മേയർ ആശാനാഥ് വെള്ളയമ്പലത്തും വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ചെമ്പഴന്തി ഉദയൻ തമ്പാനൂരും വികസന സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ കരമന അജിത്ത് കരമനയിലും മരാമത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ മഞ്ജു കിഴക്കേക്കോട്ടയിലും നഗരാസൂത്രണ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ പാച്ചു രാധാകൃഷ്ണൻ സ്റ്റാച്യുവിലും ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ സത്യവതി പാളയത്തും ശുചീകരണത്തിൽ പങ്കെടുത്തു, നേതൃത്വവും നൽകി. പൊങ്കാല കഴിഞ്ഞ് മണിക്കൂറുകൾക്കകം നഗരം ശുചിയാക്കുമെന്ന് മേയർ VV രാജേഷ് മുൻപേ പ്രഖ്യാപിച്ചിരുന്നു. നഗരസഭയുടെ കീഴിലെ ശുചീകരണ തൊഴിലാളികൾക്ക് നേതൃത്വം നൽകിയത് ഹെൽത്ത് ഇൻസ്പെക്ടർമാരും ശ്രമത്തിൽ പങ്കാളികളായി. രാത്രിയോടെ നഗരത്തിൽ കൃത്രിമ മഴ പെയ്യിച്ച് ശുചീകരണ പ്രവർത്തനങ്ങൾ പൂർത്തിയാക്കുകയായിരുന്നു. ഇതിനായി പ്രത്യേകം ടാങ്കറുകൾ എത്തിച്ചിരുന്നു. നഗരസഭാ തൊഴിലാളികൾക്ക് പുറമെ സേവാഭാരതി പ്രവർത്തകരും ശുചീകരണത്തിൽ പങ്കാളികളായി. നേരത്തെ പൊങ്കാലയ്ക്ക് മുന്നോടിയായും സേവാഭാരതി ശുചീകരണ പ്രവർത്തനങ്ങളിൽ പങ്കാളികളായിരുന്നു. CPMന്റെ മൗന അനുവാദത്തോടെ അനധികൃത പാർക്കിംഗ് പിരിവുൾപ്പെടെ വർഷങ്ങളായി നടത്തിയിരുന്ന തട്ടിപ്പുകൾ പുറത്തു കൊണ്ടുവരാനും തടയാനും മേയർ VV രാജേഷ് പൊങ്കാല കാലയളവിൽ മുൻകൈയെടുത്തിരുന്നു. മുൻവർഷങ്ങളെ അപേക്ഷിച്ച് അഭൂതപൂർവമായി തിരക്ക് അനുഭവപ്പെട്ടിട്ടും എണ്ണയിട്ട യന്ത്രം പോലെ അവസരത്തിനൊത്ത് ഉയർന്നു പ്രവർത്തിച്ച കോർപ്പറേഷൻ ഭരണസമിതിയുടെ ഇടപെടൽ മൂലം ആസൂത്രണത്തിലും നിർവഹണത്തിലും ഇത്തവണത്തെ ആറ്റുകാൽ പൊങ്കാല ഉത്സവം മികച്ചു നിന്നു. CPMനെ പരാജയപ്പെടുത്തിയതിന് പകവീട്ടാനായി ക്ഷേത്രത്തിന് ചുറ്റുമുള്ള വാർഡുകളിലെ കുടിവെള്ളം മുട്ടിച്ചേക്കുമെന്ന സംശയമൊക്കെ ഉയർന്നിരുന്നു. ഈ ഘട്ടത്തിൽ 160 ടാങ്കുകൾ വെള്ളം സംഭരിക്കാനും ആവശ്യമുള്ളത്ര ടാങ്കറുകൾ തയ്യാറാക്കാനും നഗരസഭ മുൻകൈയെടുത്തു. പൊങ്കാല അർപ്പിക്കുന്നവർക്കുള്ള മെഡിക്കൽ സേവനത്തിൽ നിന്നും വിട്ടുനിൽക്കുമെന്നൊരു വിഭാഗം ഡോക്ടർമാർ പ്രസ്താവന ഇറക്കിയതിന് തൊട്ടു പിന്നാലെ സേവാഭാരതിയുടെ 112 ഡോക്ടർമാർ സേവനത്തിനെത്തുമെന്ന് മേയർ വ്യക്തമാക്കിയതും CPM അനുഭാവികളായ ഡോക്ടർമാർക്ക് തിരിച്ചടിയായി. ഇതോടെ അവർ പ്രസ്താവന പിൻവലിക്കുകയും പൊങ്കാല മഹോത്സവവുമായി സഹകരിക്കാൻ തയ്യാറാവുകയും ചെയ്തു. എന്നാലും ഇന്നലെ ചരിത്രപ്രസിദ്ധമായ ആറ്റുകാൽ പൊങ്കാലയ്ക്ക് ശേഷം ഇന്ന് നഗരം വീണ്ടും സജീവമായിരിക്കുകയാണ്. ആറ്റുകാൽ പൊങ്കാലയ്ക്ക് ശേഷമുള്ള നഗര ശുചീകരണത്തിന് 100-ൽ 110 മാർക്കുമായാണ് കോർപ്പറേഷൻ ഇപ്പോൾ നേടിയിരിക്കുന്നതെന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം.